2 മിനിറ്റ് കൊണ്ട് ഹിന്ദി എന്ന എപ്പിസോഡിലെ മൂന്നാമത്തതാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ആദ്യം പഠിച്ചല്ലോ, എന്താ പഠിച്ചിരുന്നത്? ഞാൻ എന്നതിന് പഠിച്ചിരുന്നു. അതിന് ആപ്പ്, താങ്കൾ, എന്തും നമ്മൾ ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ വിശദീകരിച്ചില്ലാണ്. ആപ്കാ നാം, ആപ്പ് താങ്കളാണ്. അപ്പൊ ആപ്കാ താങ്കളുടെ എന്നാണ്. എന്നാൽ മേ നമ്മൾ പഠിച്ചിരുന്നു, എൻ്റേത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മേര എന്ന് പറയാം. മേര അത് സ്ത്രീ പറയുമ്പോഴും പുരുഷൻ പറയുമ്പോഴൊക്കെ മേര എന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ വീട് മേര ഘർ, എൻ്റെ വീട് മേര ഘർ, എൻ്റെ മൊബൈൽ മേര മൊബൈൽ, ഈ രീതി പറയണം. എന്നാൽ ഇവിടെ എൻ്റേത് എന്ന് പറയുമ്പോൾ ഒരു വസ്തു പുല്ലിംഗമല്ല, സ്ത്രീലിംഗമാണെങ്കിൽ മേരി ബേട്ടി എന്ന് പറയണം. മേരി ബേട്ടി ഘർ മേ ഹേ, മേരി ബേട്ടി യഹാ ഹേ, എൻ്റെ മോൾ ഇവിടെയുണ്ട്, ഇങ്ങനെ മേരി എന്നാണ് പറയേണ്ടത്. പുല്ലിംഗമാകുമ്പോൾ, സ്ത്രീലിംഗമാകുമ്പോൾ മേര എന്നും, പുല്ലിംഗമാകുമ്പോൾ മേര എന്നും, സ്ത്രീലിംഗമാകുമ്പോൾ മേരി എന്നും പറയണം. ഓക്കെ, ഇതാണ് പറഞ്ഞത്. അപ്പൊ ആപ്പ് പഠിച്ചു. തും എന്നതാണ് അടുത്തുള്ളത്. തും താങ്കൾ, തും കൈസേ ഹോ, തും കൈസേ ഹോ എന്ന് ചോദിക്കാം. അപ്പൊ തും ചോദിക്കുമ്പോൾ ഹോ എന്നതാണ് ഉപയോഗിക്കേണ്ടത്. ഏതുപോലെ മേ എന്ന സ്ഥാനത്ത് ഹൂ എന്ന് ഉപയോഗിക്കുന്നത് പോലെ തും എന്ന ഒരു ഡിഫറൻ്റ് ആണ്, അത് ഹോ എന്നാണ്. തും കഹാ ഹോ, നിങ്ങൾ എവിടെയാണ്? തും കൈസേ ഹോ, ആ ഒരു ചോദ്യവാക്കിൽ ഹോ എന്ന് പറയണം. ഓക്കെ, അപ്പൊ തും പഠിച്ചു. ഇനി നീ എന്ന് ഒരു ബഹുമാനമില്ലാത്തൊരു കുട്ടിയോട് തൂ കഹാ ഹേ, തൂ കിതറേ എന്ന് തൂ എന്നാണ് അവിടെ ചോദിക്കുക. തൂ എന്ന് പറയും. അപ്പൊ നിന്റേത് തേരാ എന്ന് പറയും, നിങ്ങളുടേത് എന്നാണ് തുമാര എന്ന് പറയും. മേര, തേര, തുമാര, ആപ്ക. ഇത് മൊത്തം നിങ്ങൾ പഠിച്ചില്ല, അതനുസരിച്ച് വാക്ക് പറയാം.